നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധി കൃത്യമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസ് അന്വേഷണം അഭിമാനാർഹമെന്നും തിരുവഞ്ചൂർ. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 22-ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ഭക്തരുടെ മനം നിറഞ്ഞു. ഏറ്റുമാനൂരിൽ 7.5 പൊന്നാന തൊഴുത് ഭക്തസഹസ്രങ്ങൾ. ആറാട്ട് ചൊവ്വാഴ്ച. വാർത്തകൾ വിശദമായി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയുടെ വിധി കൃത്യമാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധി കൃത്യമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാതിരുന്ന കേസിൽ പോലീസ് നടത്തിയ അന്വേഷണം അഭിമാനകരമാണ്. ഈ കേസിൽ നിന്ന് കേരളം പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഒരു ദൃക്സാക്ഷിയില്ലാത്ത ഉണ്ടായ കൊലപാതകമാണ്. അതിൻ്റെ അർത്ഥം എന്താ? അത്ര പ്ലാൻഡായിട്ട് നടത്തിയിട്ടുള്ളതാണ്. ആ പ്ലാൻഡായിട്ടുള്ള കൊലപാതകം കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ തെളിവുകളോടുകൂടി കോടതിക്ക് മുമ്പിൽ എത്തിച്ച് കോടതി അതിൻ്റെ വിധി പ്രഖ്യാപനം ട്രയൽ കോടതി നടത്തി. അപ്പീൽ കോടതിയിൽ ചെന്നു. അപ്പീൽ കോടതിയും ട്രയൽ കോടതി എടുത്ത തീരുമാനം കറക്റ്റാണ് എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ കൂടുതൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ അഭിമാനം തോന്നാൻ വേറെ എന്താ ഉള്ളത്? അന്നുണ്ടായിരുന്ന പോലീസ് അവർ കൃത്യതയോടുകൂടി അവരുടെ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ്. ഞാൻ അതിനകത്ത് അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ്. പി. മോഹനനെ വെറുതെ വിട്ട വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇല്ല, കീഴ്ക്കോടതി തന്നെ പി. മോഹനെ അന്ന് വിട്ടിരുന്നു. അന്ന് പി. മോഹനെ കീഴ്ക്കോടതി തന്നെ വിട്ടിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ലത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കീഴ്ക്കോടതി അന്നും ശ്രീ പി. മോഹനെ വിട്ടിരുന്നു. അതൃപ്തിയുള്ളവർ അപ്പീൽ പോകണം. കീഴ്ക്കോടതി തന്നെ പി. മോഹനനെ നേരത്തെ വെറുതെ വിട്ടിരുന്നുവെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 22-ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 22-ന് പകൽ 3 മണിക്ക് നടക്കും. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വേദിയിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ. ജയരാജ് അധ്യക്ഷനാകും. ദേശീയപാത 183-ന്റെ ഭാഗമായ കെ റോഡ് വഴി സഞ്ചരിക്കുന്ന യാത്രക്കാരും നാട്ടുകാരും 2 പതിറ്റാണ്ടുമായി കാണുന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ കടന്നുപോകാൻ 2004-ൽ രൂപം കൊണ്ട ആശയമാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച് പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാത 183-ൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ബൈപ്പാസിന്റെ റൂട്ട്. 1.626 കിലോമീറ്റർ ദൂരമുണ്ടാകും. തുടക്കത്തിലും അവസാനത്തിലും ട്രാഫിക് ഐലൻഡുകളും ഡിവൈഡറുകളും സ്ഥാപിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും മുകളിലൂടെ ഫ്ളൈ ഓവർ നിർമ്മിക്കും. ഈ ഭാഗത്തെ വൈദ്യുതി ലൈനുകളും കേബിളുകളും മാറ്റിസ്ഥാപിക്കാൻ നടപടിയായിട്ടുണ്ട്. 78.69 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 1 വർഷമാണ് നിർമ്മാണ കാലാവധി. ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാക്ക്ബോൺ കമ്പനിയാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. 78.69 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബൈപ്പാസിനായി ആകെ 37 പേരുടെ ഭൂമിയാണ് നഷ്ടപരിഹാര തുക നൽകി ഏറ്റെടുത്തത്. 1.63 കിലോമീറ്റർ ദൈർഘ്യവും 15 മീറ്റർ വീതിയുമുള്ള ഇരട്ടവരി ബൈപ്പാസിൽ 7 മീറ്റർ ആയിരിക്കും വീതി. റോഡിന് ഇരുവശവും കാൽനടയാത്രയ്ക്കുള്ള സൗകര്യവും ഡ്രെയിനേജും ഉണ്ടാകും. ബൈപ്പാസ് വരുന്നതോടെ നഗരത്തിലെ കുരിശങ്കൽ ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, പേട്ടക്കവല എന്നിവിടങ്ങളിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ഭക്തസഹസ്രങ്ങളുടെ മനസ്സ് നിറഞ്ഞ് ഏറ്റുമാനൂരിൽ 7.5 പൊന്നാന. ചൊവ്വാഴ്ച ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ 7.5 പൊന്നാന ദർശിച്ച് ആയിരങ്ങൾ. ഒരാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം 7.5 പൊന്നാനകളുടെ അകമ്പടിയോടെ എത്തുന്ന ഏറ്റുമാനൂരപ്പനെ ഒരു നോക്ക് കാണാൻ ഞായറാഴ്ച ക്ഷേത്രത്തിലേക്ക് ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത്. രാത്രി 11:30 ശ്രീകോവിലിൽ നിന്നും ഭഗവാനെ എഴുന്നള്ളിച്ച് പുഷ്പാലങ്കൃതമായ ആസ്ഥാന മണ്ഡപത്തിലെ പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. ഏറ്റുമാനൂരപ്പന്റെ തിടമ്പും ഇരുവശങ്ങളിലുമായി 7.5 പൊന്നാനകളും ദീപപ്രഭയിൽ തിളങ്ങി നിൽക്കെ രാത്രി 12-ന് ഓങ്കാരനാദത്തോടെയാണ് ആസ്ഥാന മണ്ഡപത്തിന്റെ വാതിലുകൾ തുറന്നത്. കാത്തുനിന്ന ഭക്തജനം പഞ്ചാക്ഷരി മന്ത്രം ഉറക്കെ ഉരുവിട്ട് ഭഗവാന് മുന്നിൽ സർവ്വതും സമർപ്പിച്ച് തൊഴുകയോടെ നിന്നു. ഈ സമയം ആസ്ഥാന മണ്ഡപത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ദേവന്മാരുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം.
തുടർന്ന് 7.5 പൊന്നാനകളെ കൊടിമര ചുവട്ടിൽ ഇറക്കി എഴുന്നള്ളിച്ചു. പള്ളിവേട്ട ദിവസമായ തിങ്കളാഴ്ച രാവിലെയും ആയിരക്കണക്കിന് ഭക്തരാണ് 7.5 പൊന്നാന ദർശിക്കുന്നതിനും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം തേടുന്നതിനും ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയത്. ചൊവ്വാഴ്ച ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചാമമ്പതാൽ പനന്താനം മിച്ചഭൂമി പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ഇവിടെ കുടിവെള്ളം എത്തിക്കുന്നതിനായി 1980 കുടിവെള്ള ടാങ്ക് നിർമ്മിച്ചെങ്കിലും വെള്ളം എത്തിയിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ചാമമ്പതാൽ മിച്ചഭൂമി സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. തുടർന്ന് മിച്ചഭൂമിയിലെ KWA ടാങ്ക് പിടിച്ചെടുത്തു. ചാമമ്പതാൽ പനന്താനം മിച്ചഭൂമിയിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പനന്താനം മിച്ചഭൂമി പൗരസമിതി. ഈ മേഖലയിൽ കുടിവെള്ള വിതരണം നടത്താൻ 1980 വാട്ടർ അതോറിറ്റി 1 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് സ്ഥാപിച്ചെങ്കിലും കുടിവെള്ള വിതരണം നടത്തിയിരുന്നില്ല. 2005 വെള്ളാവൂർ മേജർ കുടിവെള്ള വിതരണ പദ്ധതിയുമായി ലിങ്ക് ചെയ്ത് മറ്റൊരു ടാങ്ക് കൂടി നിർമ്മിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ല. വർഷങ്ങളായി പനന്താനം മിച്ചഭൂമിയിലെ 100 കണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി കാത്തിരിക്കുകയാണ്. അധികൃതർ അനാസ്ഥ വെടിഞ്ഞ് വെള്ളം വിതരണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മിച്ചഭൂമി പൗരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. തുടർന്ന് ടാങ്ക് പിടിച്ചെടുക്കൽ സമരവും നടത്തി. മിച്ചഭൂമി പൗരസമിതി പ്രസിഡന്റ് MT സുരേഷ്, സെക്രട്ടറി സുനു C രാജു, രക്ഷാധികാരി ജോസ് വെള്ളന്താടം, അമ്പിളി ജോയ്, അജിത രാജു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം പണിയുന്നതിന്റെ ശിലാസ്ഥാപനം നടന്നു. ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ദീർഘവീക്ഷണത്തോടെയുള്ളതാണെന്ന് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവിയിൽ നഗരസഭയായി മാറുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായ ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫണ്ട് ചിലവാക്കുന്നതിൽ മാത്രമല്ല, വളരെ ദൂരവ്യാപകമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയുന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു സമുച്ചയം ഇവിടെ കെട്ടിട സമുച്ചയം പൂർത്തീകരിക്കുമ്പോൾ ഇത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയുടെ ഒരു അഭിമാനമായി മാറും. കാഞ്ഞിരപ്പള്ളി കുരിശിങ്കലിൽ പഴയ പഞ്ചായത്ത് ഓഫീസിരുന്ന സ്ഥലത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ അധ്യക്ഷനായി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി ഷാജൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമി ഇസ്മായിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷക്കീല നസീർ, ജോളി മടുക്കക്കുഴി, ഡാനി ജോസ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VN രാജേഷ്, ശ്യാമള ഗംഗാധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റാണി ടോമി, ബ്ലസി ബിനോയ് തുടങ്ങിയവർ പങ്കെടുത്തു. 16,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ പഞ്ചായത്ത് ഓഫീസ്, MLA ഓഫീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം, കുടുംബശ്രീ ഓഫീസ്, NREG ഓഫീസ്, VEO ഓഫീസ്, വിവിധ സേവന കേന്ദ്രങ്ങൾ, ഫ്രണ്ട് ഓഫീസ് സംവിധാനം, ഹെൽപ്പ് ഡെസ്ക്, കഫേ ഷോപ്പ്, കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം, വിശ്രമ കേന്ദ്രം എന്നിവ ഒരുക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം സപ്ലൈകോയുടെ മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലവർധനയ്ക്കെതിരെയും സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതിനെതിരെയും കോട്ടയം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം സപ്ലൈകോയുടെ മുന്നിൽ ഉപരോധ സമരം നടത്തി. ഈസ്റ്റ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിബി ജോൺ അധ്യക്ഷൻ ചേർന്ന് ഉപരോധ സമരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണെന്നും സപ്ലൈകോയിൽ സാധനങ്ങൾ കടുത്ത ക്ഷാമമാണെന്നും MLA പറഞ്ഞു. സപ്ലൈകോയ്ക്ക് കിട്ടിയ തുക തികയുന്നില്ല എന്ന് CPIയുടെ നേതാക്കൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് പോലും ഒരു പ്രയോജനമില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സപ്ലൈകോയ്ക്ക് കിട്ടിയിരിക്കുന്ന തുക തികയില്ല എന്ന് CPIയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയോട് തന്നെ പറഞ്ഞു. പക്ഷെ എന്താ പ്രയോജനം? പറഞ്ഞതല്ലാതെ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല.
ഏറ്റവും അവസാനത്തെ നിമിഷത്തിൽ ഒരാഴ്ച മുമ്പ് KN ബാലഗോപാൽ അദ്ദേഹം അവതരിപ്പിച്ച റിവൈസ്ഡ് ബജറ്റിനകത്ത് പോലും കാര്യമായി സപ്ലൈകോയെ സഹായിക്കുന്നതിന് വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ പരിണിത ഫലം എന്താ? ഈ നാട്ടിലെ ജനങ്ങൾ ഈ പട്ടിണി അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഉപരോധ സമരത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളായ കുഞ്ഞില്ലംപള്ളി, മോഹൻ K. നായർ, ചന്ദ്രൻ AP, സന്തോഷ് കുമാർ, സണ്ണി കാഞ്ഞിരം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനടം സർവീസ് സഹകരണ ബാങ്ക് സുവർണ ജൂബിലി ആഘോഷം നടന്നു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മീനടം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 50 വർഷം പൂർത്തിയായി. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാൻ ടീം ഓഡിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. നിക്ഷേപ സമാഹരണത്തിലൂടെ ജനങ്ങളുടെ പങ്കാളിത്തം സഹകരണ മേഖലയിലെ വിശ്വസ്തതയാണ് എടുത്തു കാണിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. 23,262 കോടി രൂപയാണ് നിക്ഷേപ സമാഹരണത്തിനുള്ളത്. ഇത് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയും സ്വീകാര്യതയും എത്ര കണ്ട് ഇപ്പോഴും ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഈ വലിയ രൂപത്തിലുള്ള നിക്ഷേപം വരാനുള്ള മനസ്സിലാക്കുന്നത്. എന്തെല്ലാം പ്രകടനങ്ങളുണ്ടായാലും എന്തെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളുണ്ടായാലും അതിനെയെല്ലാം നേരിടാൻ കഴിയുന്ന ജനകീയ അടിത്തറയുള്ള വലിയ ജനാധിപത്യപരമായ ഉള്ളടക്കമുള്ള മഹത്തായ പ്രസ്ഥാനമാണ് സഹകരണ മേഖലയിൽ ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. മീനടം ബാങ്ക് പ്രസിഡന്റ് തമ്പിക്കുഞ്ഞ് ഫിലിപ്പ് അധ്യക്ഷനായി. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് റെജി സക്കറിയ, മോനിച്ചൻ കിഴക്കേടം, V. വിജയകുമാർ, KR ജയപ്രകാശ്, KN വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാമ്പാടി BMM സീനിയർ സെക്കൻഡറി സ്കൂൾ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തി. കോട്ടയം ഗിരിദീപം ബദനി സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. പാമ്പാടി പൊത്തൻപുറം BMM സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ 40ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന 40 on 40 എന്ന പേരിൽ വിഭാവനം ചെയ്തിരിക്കുന്ന 40 പരിപാടികളുടെ ഭാഗമായി ISKF ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തി. 32 സ്കൂളുകളിൽ നിന്ന് 297 മത്സരാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മാറ്റുരച്ചു. വിജയികളായവർക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി. കോട്ടയം ഗിരിദീപം ബഥനി സെൻട്രൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. കോട്ടയം മാർ ബസേലിയസ് പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും BMM സീനിയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് പാമ്പാടി ദയറ മാനേജരും BMM സ്കൂൾ ലോക്കൽ മാനേജരും ബർസാറുമായ ഫാദർ മാത്യു എബ്രഹാം ട്രോഫികൾ വിതരണം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ റെജി എബ്രഹാം, ISKF നാഷണൽ ചീഫ് ഷാജൻ ജേക്കബ്, അജു എബ്രഹാം, അഡ്വക്കേറ്റ് ശരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാലായിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ആവശ്യമായ ഉപകരണ സഹായം ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതിയുടെ ഭാഗമായി പാല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തി. നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോസ് കോക്കാട്ട് അധ്യക്ഷനായി. അറിയിപ്പ്: കോട്ടയം തിരുവഞ്ചൂർ സർക്കാർ വൃദ്ധസദനത്തിലേക്ക് സോഷ്യൽ വർക്കർമാരെ നിയമിക്കുന്നതിന് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. സോഷ്യൽ വർക്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. സർട്ടിഫൈഡ് കൗൺസിലിംഗ് കോഴ്സ് പാസ്സായവർക്കും സർക്കാർ സാമൂഹ്യനീതി വകുപ്പിൻ വയോജന മേഖലയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കും മുൻഗണന. പ്രായപരിധി 25-45 വയസ്സിനും ഇടയിൽ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 29 രാവിലെ 11 അസൽ രേഖകൾ സഹിതം തിരുവഞ്ചൂർ ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ നടത്തുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ ഹാജരാകണം. തിരുവഞ്ചൂർ സർക്കാർ വൃദ്ധമന്ദിരത്തിലേക്ക് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡറെ നിയമിക്കുന്നതിന് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. 8ാം തരം പാസ്സായിരിക്കണം. ജെറിയാട്രിക് ട്രെയിനിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി. 1 വർഷത്തേക്കാണ് നിയമനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 29 ഉച്ചയ്ക്ക് 12 തിരുവഞ്ചൂർ ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ ഹാജരാകണം. ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് ഫെബ്രുവരി 20 മുതൽ മാർച്ച് 18 വരെ അപേക്ഷിക്കാം. 2023-24 സർക്കാർ എയ്ഡഡ് ഡിഗ്രി പ്രോഗ്രാമുകളിൽ ചേർന്നിട്ടുള്ളവർക്കാണ് അപേക്ഷ നൽകാവുന്നത്. വിവരങ്ങൾക്ക് scholarship.kshec.kerala.gov.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി വിധി കൃത്യമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പോലീസ് അന്വേഷണം അഭിമാനാർഹമെന്നും തിരുവഞ്ചൂർ.
2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 22-ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ഭക്തരുടെ മനം നിറഞ്ഞു. ഏറ്റുമാനൂരിൽ 7.5 പൊന്നാന തൊഴുത് ഭക്തസഹസ്രങ്ങൾ. ആറാട്ട് ചൊവ്വാഴ്ച. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.